ഗർഭസ്ഥ ശിശു മരണപ്പെടുമ്പോൾ ചില മക്കൾ 2 മാസം ആകുമ്പോഴേക്ക് മരിക്കുന്ന കുട്ടികളുണ്ട്. 2 മാസം, ചിലർ 6 മാസം ആകുമ്പോൾ, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഗർഭസ്ഥ ശിശുക്കൾ മരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കുട്ടികളെ കുളിപ്പിക്കണോ നിസ്കരിക്കണോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്ക ഉണ്ടാവാറുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം തുഹ്ഫ 362 വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാസക്കണക്കല്ല നമ്മളവിടെ നോക്കേണ്ടത്. അവിടെ മാനദണ്ഡം എത്ര മാസമായി എത്ര മാസമായിട്ടില്ല എന്നുള്ളതല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ആ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിട്ടുണ്ടോ, ജീവൻ്റെ ഒരു അംശം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതോ പ്രസവിച്ച സമയത്തൊന്ന് ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിനുശേഷമാണ് മരിക്കുന്നതെങ്കിൽ 4 കാര്യങ്ങളും നിർബന്ധമാണ്. അപ്പോൾ പ്രസവിച്ച ഉടനെ ജീവൻ്റെ അടയാളം ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ 4 കാര്യങ്ങളും നിർബന്ധമാണ്. അഥവാ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം, മറമാടണം. ഈ 4 കാര്യങ്ങളും നിർബന്ധമാണ്. കുളിപ്പിക്കും വേണം, കഫൻ ചെയ്യുകയും വേണം, മയ്യത്ത് നിസ്കരിക്കുകയും വേണം, മറമാടുകയും വേണം. ഈ 4 കാര്യം നിർബന്ധമാണ്. നേരെ മറിച്ച് പ്രസവിച്ച സമയത്ത് ജീവൻ്റെ അടയാളമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചിട്ടാണ് വന്നത്, മരിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പോൾ വന്നതിന് ശേഷം ജീവൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അങ്ങനെ മനുഷ്യരൂപം വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ 3 കാര്യങ്ങൾ നിർബന്ധമാകും. നേരത്തെ പറഞ്ഞ നിസ്കാരം നിർബന്ധമില്ല, നേരെ മറിച്ച് കുളിപ്പിക്കലും കഫൻ ചെയ്യലും കുഴിച്ചു മൂടലും അത് നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങൾ അവിടെ നിർബന്ധമായി വരും. നിസ്കാരം അവിടെ ഹറാമാണ്. ജീവൻ്റെ ഒരു തുടിപ്പ്, ജീവൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ മാത്രമേ നിസ്കാരമുള്ളൂ. നേരെ മറിച്ച് പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ, ജീവൻ്റെ ഒരു അടയാളവും ഇല്ല എങ്കിൽ അവിടെ 3 കാര്യങ്ങളാണ് നിർബന്ധം. നിസ്കാരം നിർബന്ധമില്ല. ഇതൊക്കെയാണ് നിർബന്ധം: കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലും. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി മനുഷ്യരൂപം പോലും ഇല്ലെങ്കിലോ? പ്രസവിച്ച സമയത്ത് മരിച്ച കുട്ടി വയറ്റിൽ തന്നെ മരിച്ചിട്ടുണ്ട്, പുറത്തേക്ക് വരുന്ന സമയത്ത് നോക്കുമ്പോൾ മനുഷ്യരൂപം പോലുമില്ല. അങ്ങനെയാണെങ്കിലോ ഒന്നും നിർബന്ധമില്ല. ആ കുട്ടിക്ക് കുളിപ്പിക്കുകയോ കഫൻ ചെയ്യലോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ എന്നാലും അത് മനുഷ്യനിൽ നിന്ന് വന്ന ഒരു രക്തക്കട്ട മാംസക്കട്ട ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ശീലയിൽ പൊതിഞ്ഞ് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കുഴിച്ചുമൂടൽ സുന്നത്താണെന്ന് തർശീഹ് 140 പറയുന്നുണ്ട്. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു. ജീവൻ്റെ അടയാളം എന്തെങ്കിലും ഉണ്ടായാൽ, ഒന്ന് ശബ്ദിച്ചു, അതല്ലെങ്കിൽ കൈകാലുകളൊന്ന് ചലിച്ചു, അനങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജീവൻ്റെ അടയാളം വന്നല്ലോ എന്നുള്ള നിലക്ക് മനുഷ്യന് സാധാരണ ചെയ്യുന്നത് പോലെ 4 കാര്യങ്ങളും നിർബന്ധമാണ്. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, മറമാടണം. ഇനി ജീവൻ്റെ അടയാളമൊന്നും ഉണ്ടായിട്ടില്ല, മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്: കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം. ഇനി ഇത് രണ്ടുമില്ല, ജീവനുണ്ടായിരുന്നില്ല, മനുഷ്യരൂപം പ്രാപിച്ചിട്ടുമില്ല, പിന്നെന്താ, അതൊരു മാംസക്കട്ട മാത്രം അല്ലെങ്കിൽ രക്തക്കട്ട മാത്രം. അങ്ങനെയാണെങ്കിലോ ഒന്നും നിർബന്ധമില്ല. എന്നാലും അത് മനുഷ്യനിൽ നിന്നുണ്ടായ ജീവൻ്റെ അവസ്ഥയാണല്ലോ എന്നുള്ള നിലക്ക് അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടൽ സുന്നത്താണെന്ന് തർശീഹ് 140 പറയുന്നു. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.